യേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. മത്തായി 6:1. മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുൻപിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. അല്ലാഞ്ഞാൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിൻ്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലം ഇല്ല. നീതിയുടെ 3 തരത്തിലുള്ള വെളിപ്പാടുകൾ: ദാനധർമ്മം, പ്രാർത്ഥന, ഉപവാസം. ഇത് നിമിത്തം നീതി ലഭിക്കുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. മനുഷ്യൻ അശുദ്ധനാണ്, വെള്ളം പോലെ അകൃത്യം കുടിക്കുന്നു. യോബിന്റെ പുസ്തകം 15-ാം അധ്യായത്തിൽ അങ്ങനെയാണ് വായിക്കുന്നത്. അവന്റെ നീതി പ്രവൃത്തികൾ പോലും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ കറപുരണ്ട വസ്ത്രമാണ്. കൂശ്യന് തന്റെ ത്വക്കും പുള്ളിപ്പുലിക്ക് തന്റെ പുള്ളിയും മാറ്റാൻ കഴിയാത്തതുപോലെ ഇങ്ങനെയുള്ളവർക്ക് നല്ലത് ചെയ്യാൻ കഴിയുന്നതല്ല എന്ന് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. അപ്പോൾ മനുഷ്യന് ദൈവത്തോട് എപ്രകാരം നീതിമാനായിരിക്കാൻ കഴിയും? അവന്റെ ദൃഷ്ടിയിൽ ജീവിച്ചിരിക്കുന്ന ഒരുവനും നീതീകരിക്കപ്പെടുവാൻ കഴിയില്ല. സങ്കീർത്തനം 143-ലൊക്കെ വായിക്കും, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. അപ്പോൾ ഈ വേദഭാഗത്ത് കർത്താവ് തന്നെ കേൾക്കുന്നവരോട് പറയുന്നു, നിങ്ങളുടെ നീതി അത് മറ്റുള്ളവരുടെ മുൻപാകെ പ്രദർശിപ്പിച്ച് ഏതെങ്കിലും തരത്തിൽ പേരെടുക്കാനുള്ളതല്ല. നന്മ മറ്റുള്ളവർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. വളരെ വൈരുദ്ധ്യം നിറഞ്ഞ ഒരു നീതിബോധം ഇന്ന് നമ്മൾ വെച്ച് പുലർത്തുന്നു. ആർക്കെങ്കിലും ഒരു നന്മ ചെയ്താൽ അത് 10 പേരറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വെമ്പൽ നമ്മുടെ മനസ്സിലുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് സോഷ്യൽ മീഡിയ വഴി നമ്മൾ ചെയ്യുന്നതും പറയുന്നതും നമ്മുടെ സാന്നിധ്യവും ലോകമറിയണം എന്ന ആഗ്രഹമുണ്ട്. അത് നമ്മൾ ചെയ്ത പ്രവൃത്തിയെ ഒന്നുമല്ലാതാക്കി കളയുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. പഴയ കാലത്ത് അവർ കേട്ടിട്ടുള്ളതിനെ കുറിച്ച് ഈ അധ്യായത്തിൽ വളരെ ഒന്നും പറയുന്നില്ല. നമ്മുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയേണ്ടതാണ്. 5-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമ്മളത് വായിച്ചു. നമ്മുടെ നീതി പ്രവർത്തികൾ നമ്മുടെ ദാനധർമ്മങ്ങളല്ല. ഗ്രീക്കിൽ ഡിക്കായിസോൺ, അങ്ങനെയാണ് അതിന് പറയുക. മനുഷ്യർ കാണണമെന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്യരുത്. അല്ലാത്ത പക്ഷം സ്വർഗത്തിലുള്ള പിതാവിൽ നിന്നും നമുക്ക് പ്രതിഫലം ലഭിക്കില്ല. ഇവിടെ നീതി എന്ന് പറയുന്നത് ദാനം, ഭിക്ഷ, ഇതൊക്കെ ചെയ്യുന്നതിനെ കുറിച്ചാണ്. 2-ാം വാക്യത്തിൽ പറയുന്ന ഭിക്ഷ എന്ന പദത്തിൽ നിന്ന് വ്യത്യസ്ത അർത്ഥം അവിടെ ഉണ്ട്. മനസ്സലിവ് എന്ന അർത്ഥത്തിലാണ് അവിടെ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എലിമോസോൺ എന്നൊരു ഗ്രീക്ക് പദമാണ്. നീതി 3 വിധത്തിൽ വെളിപ്പെടുത്താം. മനുഷ്യനോട്, ദൈവത്തോട്, സ്വന്തം നിലയിൽ. അത് ദാനധർമ്മമാകാം, പ്രാർത്ഥന, ഉപവാസം എന്നീ നിലകളിൽ 3 രംഗങ്ങളിലും ഒരുതരം താക്കോൽ പ്രമാണം. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും എന്നാണ് കർത്താവ് തുടർന്ന് പറയുന്നത്. മനുഷ്യൻ ബാഹ്യപ്രകടനങ്ങളെ നോക്കുന്നു, എന്നാൽ കർത്താവ് ഹൃദയങ്ങളെ നോക്കുന്നു. നമ്മുടെ നീതി പ്രവർത്തികൾ മനുഷ്യർ കാണേണ്ടതിനാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ പ്രതിഫലം നമുക്ക് കിട്ടിപ്പോയി.
ഈ വാക്കുകൾ യഹൂദ ജാതിയെ ഉദ്ദേശിച്ച് നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോഴും രാജ്യം സമീപിച്ചിരിക്കുകയാണ്. യഹൂദ ശിഷ്യന്മാർക്ക് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാം. ജാതിപരമായിട്ട് ഇസ്രായേൽ ദൈവത്തിന്റെ മക്കളാണ്. അതിനാലാണ് പിതാവ് എന്നുള്ള പദപ്രയോഗം ഉണ്ടായത്. എന്നാൽ കർത്താവിന്റെ വാക്കുകളിൽ നിന്നും പാഠങ്ങൾ ഗ്രഹിച്ച് അതിൽ അന്തർലീനങ്ങളായിരിക്കും തത്വങ്ങൾ നമ്മിൽ പ്രയോഗിക്കാൻ നമുക്ക് ഇന്ന് കഴിയണം. പലപ്പോഴും നമ്മൾ യേശുക്രിസ്തുവിനെ പോലും തെറ്റിദ്ധരിച്ചിരിക്കുന്നവരാണ്. മറ്റുള്ളവരുടെ മുൻപാകെ വിളങ്ങേണ്ടതിന് ധാരാളം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. അല്ലെങ്കിൽ പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവരും അറിയാൻ നമ്മൾ അതിയായി ആഗ്രഹിക്കുന്നു. അത് ക്രിസ്തീയ ധർമ്മമല്ല. അത് പരീശന്റെ നീതിയാണ്. ഈ പരീശന്റെ നീതിയെ, ശാസ്ത്രിമാരുടെ നീതിയെ കർത്താവ് അന്നേ ചോദ്യം ചെയ്തു. ഇന്ന് അത് മറ്റ് രൂപങ്ങളിൽ നമ്മൾ ആർജിച്ചെടുക്കുകയും ചെയ്തു. ഇതിനെതിരെ കർത്താവ് വിമർശിക്കുന്നുണ്ട്. അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. നമ്മൾ പറയുന്ന നല്ല വാക്കുകൾ, നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, നമ്മുടെ ദാനധർമ്മങ്ങൾ, ഇത് മറ്റാരും അറിയാതെ അവരെൻ്റെ നന്മയ്ക്കായി ചെയ്താൽ സ്വർഗം സന്തോഷിക്കും, ദൈവം നമ്മളെ മാനിക്കും. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട കർത്താവേ, പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. രാത്രിയിൽ നിദ്രയും വിശ്രമവും നൽകി ഞങ്ങളെ കാത്തല്ലോ. സാധ്യതകളുടെ മറ്റൊരു പകലിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളോട് പറഞ്ഞത് ചെയ്യാനുള്ള കൃപ നൽകണമേ. ഞങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, ദാനധർമ്മങ്ങൾ മറ്റുള്ളവരുടെ മുൻപാകെ വിളങ്ങേണ്ടതിന് ചെയ്യാതിരിപ്പാൻ മനഃപൂർവ്വം സൂക്ഷിപ്പാനുള്ള കൃപ നൽകണമേ. മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ ഞങ്ങളുടെ കരങ്ങളെ ഉപയോഗിക്കണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും ആലോചനയും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.